അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിന്ന് നൗഷാദിട്ടൊരു ക്ലിപ്പുണ്ട്. നമ്മളെ എ പി ഉസ്താദിൻ്റെ ഒപ്പം ചെറിയ പി ഉസ്താദിൻ്റെ ഒപ്പം കെ സി ഔല ഭക്ഷണം കഴിക്കുന്ന ഒരു ക്ലിപ്പ്. എന്നിട്ട് കെ സി ഔല അതിൻ്റെ ഒപ്പം എ പി ഉസ്താദും ഭക്ഷണം കഴിച്ചൊന്നില്ല കോലത്തിലേക്കാണ് നൗഷാദ് കൊട്ടിമാട്ടിയത്. സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ എ പി ഉസ്താദ് ആദ്യം ഇരുന്നുകള് എ പി ഉസ്താദിൻ്റെ നമ്മളെ ഹക്കീം അസരി ഉസ്താദിൻ്റെ മോനുണ്ട് അവിടെ. ചെറിയ പി ഉസ്താദ് കഴുകി വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴും ഈ കേസ് അവൾ അവിടെ തന്നെ തൊള്ളേക്കും നോക്കി അങ്ങനെ നിൽക്കുക. എന്താ അതിനൊക്കെ പറയാം. പക്ഷെ ഇയാള് എ പി ഉസ്താദ് എന്താ ഇരിക്കണില്ല ചോദിക്കുമ്പോൾ സത്യത്തിൽ എന്താ പറയണ്ടീനെ? അല്ല നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ നിങ്ങളത് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്നാ പറയണ്ടീനെ. പക്ഷെ അതൊന്നും പറയാതെ ഒരൊറ്റടിക്ക് ഇരുത്തം. അതിൻ്റെ കാരണമുണ്ട്. അതെന്താ എനിക്കറിയോ? ഇയാള് 18 വർഷം പെരുന്നാളും കൂടി ഇല്ലാതെ തുടർച്ചയായി നോമ്പ് നോറ്റ ആള്. അതെങ്ങനെ? കാരക്കയും വെള്ളം, അത്തായത്തിന് കാരക്ക വെള്ളം, നോമ്പ് തുറക്കുമ്പോഴും കാരക്കയും വെള്ളം. ഇങ്ങനത്തെ ആളുടെ മുന്നിലേ നൗഷാദ് പറയട്ടെ, ഇങ്ങനെ ഒരു ജീവിതം അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ നിസ്കാരത്തിന്റെയും അവരെ ഇബാദത്തിന്റെയും തോതറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞങ്ങളൊക്കെയും ഇപ്പോഴും കാണുകയല്ലേ വന്യരായ ഉസ്താദ് അവറുകൾ കുരുവട്ടൂരിൽ. ഇന്നും ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദ് അവറുകൾ. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നമ്മൾ അവിടെ കാണുകയാണ്. നമ്മുടെ കൂടെ രാത്രിയിലുള്ള സമയത്ത് ഉസ്താദ് ഉറങ്ങുന്നില്ല. കാലങ്ങളായി, കൊല്ലങ്ങളായി അവർ ആ ഇബാദത്തിലാണ്, ഉറക്കമില്ല. എന്നാൽ പിന്നെ പകല് നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറക്കമുണ്ടോ? ഇല്ല, അവർ ഇബാദത്തിലാണ്. 18ഓളം വർഷമായി അവർ തുടർച്ചയായ നോമ്പിനാണ്. ഒരു ദിവസവും അവർക്ക് നോമ്പിൽ നിന്ന് ഒഴിവില്ല. അവരെ ആക്ഷേപിക്കുന്നവരും കുറ്റം പറയുന്നവരും ഈ കഥ അറിയുന്നുണ്ടോ കൂട്ടുകാരെ? നമുക്കാകുമോ ഒരു മാസം പോകട്ടെ 3 ദിവസം നമുക്ക് ഊണും ഉറക്കമൊന്നുമില്ലാതെ നടക്കാനാകുമോ? കഴിയില്ല. പിന്നെ ഏത് കാലത്തും അസൂയക്കാരുണ്ടാകും, അത് തിരിയാത്തവരുണ്ടാകും. മഹാനരായ എന്റെ ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും, വെള്ളവും കുടിക്കും. അന്ന് പിന്നെ ഭക്ഷണമില്ല. പിന്നെ അത്താഴത്തിന്റെ സമയത്ത് ഉസ്താദ് അവർകൾ ഒരു കാരക്ക എടുക്കും, വെള്ളവും കുടിക്കും. കാരക്കയും വെള്ളവുമല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കാതെ മാസങ്ങളോളം നോമ്പ് നോറ്റത് ഉസ്താദ് അവർകളെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, തീക്കള്ളി കൊണ്ട് തലചൊറിയണ്ട. ഈ കളി ഔലിയാക്കളുടെ വഴിയിലുള്ളവരോട് നമ്മൾ ചെയ്തു പോയാൽ അവർക്ക് ഇതാണ് സംഭവം. ഇങ്ങനെ കാരക്കയും വെള്ളവും 18 വർഷം പെരുന്നാൾ വരെ ഇല്ലാതെ നോമ്പ് നോറ്റ, തുടർച്ചയായി നോമ്പ് നോറ്റ വ്യക്തിയുടെ മുന്നിൽ ആണ് എ പി ഉസ്താദും ചെറിയ എ പി ഉസ്താദും ഭക്ഷണം കഴിക്കുന്നത്. എങ്ങനെ? നല്ല നാടൻ ചിക്കൻ, അതും തേങ്ങ വറുത്തരച്ച കറി, നല്ല പോത്ത് വരട്ട്, ഗോതമ്പാണെങ്കിൽ കഴുകി ഉണക്കി പൊടിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി. എന്താ നീ വരാം. ഇതിങ്ങനെ 18 കൊല്ലം നോമ്പ് മറ്റേ കേസി അതിങ്ങനെ കാണുക. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് തൊള്ളിയിൽ കപ്പലോട്ടാള വെള്ളം. വെറുതെ പറയില്ല. അതും കണ്ടിട്ട് ഉസ്താദ് കണ്ടു. ഷെയ്ഖുന അത് മുൻകൂട്ടി കണ്ടറിഞ്ഞു. അങ്ങനെ അടിയിലാണ് ഉസ്താദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഉസ്താദിനെ മുൻകൂട്ടി അറിഞ്ഞു. അതിങ്ങനെ തൊള്ളിയിൽ വെള്ളം ഊർന്നുണ്ട്. ഇത് ഇരുന്നിലേക്ക് പണി കിട്ടും. ചോദിച്ചു ഉസ്താദ്, എന്താ ഇരിക്കാത്തതെന്ന് ചോദിച്ചു ഉസ്താദ്. ചോദ്യം കേൾക്കേണ്ട താമസം ഒരൊറ്റ ഇരുത്തം, ഇരിക്കലും ചപ്പാത്തി എടുക്കലും കഴിഞ്ഞു. ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത്. അല്ലാതെ ഗ്ലോബൽ വില്ലേജ് എന്ന് അറിയപ്പെടുന്ന കെ സി ഔല അല്ല അവിടെ ഇരുന്നിട്ടുള്ളത്. ആദ്യം ഇരുന്ന എ പി ഉസ്താദാണ്. അവിടെ എ പി ഉസ്താദിന്റെ മോൻ ഹക്കീം അസരി ഉസ്താദിന്റെ പേരക്കുട്ടി, അതായത് മോനുണ്ട്, ചെറിയ എ പി ഉസ്താദ് വന്ന് കഴുകി വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഇയാളിങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ നിന്ന പുസ്തകം എന്തേ ഇരിക്കാത്തെന്ന് ചോദിച്ചു. ഒരൊറ്റ ഇരുത്തം. നമ്മളാണെങ്കിൽ അവിടെ എന്താ പറയാ, നിങ്ങൾ കഴിക്കും, ഞങ്ങൾ കഴിഞ്ഞിട്ട് കഴിക്കാന്നാ പറയാ.
അതാണ് അവിടെ പറണ്ടീനത്. പക്ഷെ ആളതിനൊന്നും നിന്നില്ല, ഇരിക്കന്നെ അയിമ കഴിച്ചിലായി ഇരുന്നിട്ടുണ്ടെങ്കിൽ കൊതിയോടൂലേ. അപ്പൊ അതാണ് സത്യത്തിലുണ്ടായത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറമെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഉസ്താദുമാർ അറിഞ്ഞുകൊണ്ടെടുത്ത വീഡിയോ അല്ല, ഇത് ഒളിക്യാമറ വെച്ചെടുത്തതാണ്. ഈ ഒളിക്യാമറ വെച്ചെടുത്തത് വീഡിയോസാണ്. അപ്പം അന്ന് നമ്മൾ ഷവ്വാലിൽ ഒരു 1.5 ഷവ്വാലാണ്, പിന്നെ വീഡിയോ ഇടും 10 മിനിറ്റ് വിശദീകരണം എന്ന് നൗഷാദ് പ്രസംഗിച്ചത് അതിൻ്റെ അടുത്തുണ്ട്. ആ പ്രസംഗം എപ്പോഴും ആ പ്രസംഗം പ്രസംഗിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, റമദാൻ മാസത്തിന്റെ തൊട്ട് മുമ്പ് കൊട്ടുവര സാദി ഉസ്താദ് എന്ത് ചെയ്തു, ആ പൂജ്യം തീർത്തു. ബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്, വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. ഈ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് കണ്ട് ഇങ്ങനെ വിടിയേനി അതിന്റെ പൂജ്യം അവിടെ തീർത്തു. അന്നുണ്ട് നൗഷാദ് സൈക്കിളമെന്ന് വീണ ഒരു വിളി. ഇതേറ്റിങ്ങനെ നടക്കലേനോ ഷവ്വാലിൽ ഒരു 1.5 ഷവ്വാലാക്കാണ്ട് അതൊക്കെയാണ് പറഞ്ഞു നടന്നിരുന്നത്. ഏതായാലും ഈ വീഡിയോ ഒളിക്യാമറ വെച്ചെടുത്ത വീഡിയോസാണ്. ഇത് ആരാണ് ഇപ്പൊ ഈ ക്ലിപ്പ് ഇടുന്നത്? ഒളിക്യാമറക്കെതിരെ പത്രസമ്മേളനം നടത്തിയ ആള്. ആ പത്രസമ്മേളനം നടത്തിയാണ് പുറത്തേക്ക് വന്ന് ചാനലുകാരോട് പറയണമെന്ന് കേട്ടോക്കാണേ. അവരുടെ വീഡിയോകളൊക്കെ ഒളിക്യാമറ എടുത്ത് ഒപ്പിയെടുത്ത് അത് പൊതുമാധ്യമങ്ങളിലും അതുപോലെ അവരെ ഒളിക്യാമറ വെച്ചാൽ ഇത് എടുക്കുക. കേട്ടില്ലേ, ഒളിക്യാമറ വെച്ചിട്ടാണ് ഇത് എടുക്കുക. ആരായി പറയണേ? ഈ വിദ്വാനാണ് ഈ മീനങ്ങാടി സുലൈമാന്റെ വീട്ടിൽ എ പി ഉസ്താദ് പോയാണ്ട് സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കണം ഒളിക്യാമറയിൽ ഇട്ടാണ്ട് ക്ലിപ്പിട്ട് സംസാരിക്കണ വിദ്വാനത്. അത് ആര്? പത്രസമ്മേളനം നടത്തിയ വിദ്വാൻ, ഒളിക്യാമറക്കെതിരെ പത്രസമ്മേളനം നടത്തിയ വിദ്വാൻ. പിന്നെ ഒളിക്യാമറന്റെ വീഡിയോ തന്നെ അവന്റെ പ്രസംഗത്തിൽ അവൻ ക്ലിപ്പാക്കി ഇടുകയാണ്. ഉളുപ്പുണ്ടോ നൗഷാദ് എനിക്കൊക്കെ? ഇഞ്ഞേ അടുത്ത് ഇവര് ഭക്ഷണം കഴിച്ചിട്ട് ഒപ്പം കൈ കഴുകാൻ പോയ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതെന്താ ഇടുക? 2 മാസം കഴിഞ്ഞോട്ടെ അല്ലേ, 2 മാസം കഴിഞ്ഞോട്ടെ. ഏതായാലും വിടുകൊണ്ടി, ഞങ്ങൾക്ക് വിടുന്നത് നല്ല ഇഷ്ടമാണ്. എന്താ, ഞങ്ങൾ ചെറിയ പിസ്താവുണ്ട്, അള്ളാഹു തആല അവിടുത്തെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് കാണുമ്പോൾ വല്ലാത്തൊരു എന്താ ചാറെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. നിങ്ങൾ അത് ഇഞ്ഞി ഇടണം. ഏതായാലും ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും വാഹിറുദാവാന പറയാനുള്ളൂ, അത് നമ്മളെ സമത് വരും. സമതേ വാ, അതൊന്ന് പറഞ്ഞാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്.